റാപ്സറി ഓഫ് റിയാലിറ്റീസ് മാർച്ച് 13, 2025. നാം യേശുവിൽ ദൈവത്തിന്റെ നീതിയത്രേ. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. 2 കൊരിന്ത്യർ 5-ാം 21 വാക്യം. പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായ തിരുവെഴുത്തിന്റെ വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കൂ. നാം ക്രിസ്തുയേശുവിലൂടെ ദൈവത്തിന്റെ നീതീകരണം പ്രാപിക്കുവാനായി യേശു നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ടു. വെറും നീതിമാന്മാരാക്കപ്പെടുക എന്നത് മാത്രമല്ല, പിന്നെയോ നാം അവന്റെ നീതിയുടെ പ്രകാശനമായി മാറിയിരിക്കുന്നു എന്നതാണ് ഇതിന്റെ അർത്ഥം. ഇതാണ് ക്രിസ്ത്യാനിത്വം, ഇതാണ് സുവിശേഷം. നാം ദൈവത്തിന്റെ നന്മയുടെയും അവന്റെ ദയയുടെയും കൃപയുടെയും ജ്ഞാനത്തിന്റെയും ശക്തിയുടെയും മഹത്വത്തിന്റെയും പ്രകടനമത്രേ. നാം യേശുവിന്റെ വ്യക്തിത്വത്തിന്റെ പ്രകടനങ്ങളാണ്. പിതാവ് എന്തെല്ലാമായിരിക്കുന്നുവോ അതെല്ലാം പിതാവ് പ്രതിനിധാനം ചെയ്യുന്ന സകലവും നമ്മിലൂടെയാണ് പ്രകടമാക്കപ്പെടുന്നത്. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാം 9 എന്ന കർത്താവായ യേശുവിന്റെ പ്രസ്താവന വളരെ ഗഹനമായ ഒന്നാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 10-30 യേശു വീണ്ടും പറഞ്ഞു, ഞാനും പിതാവും ഒന്നാകുന്നു. യേശു പിതാവിന്റെ ഇച്ഛയും സ്വഭാവവും പ്രകടിപ്പിച്ചു. എബ്രായർക്ക് എഴുതിയ ലേഖനം 1-3 യേശുവിനെ പിതാവിന്റെ എല്ലാ വിശേഷതകളും ഉള്ളവനായി, പിതാവിന്റെ പ്രതിരൂപമായി, പിതാവിന്റെ മാതൃകയും തനിപ്പകർപ്പുമായി വിശേഷിപ്പിക്കുന്നു. യേശു അദൃശ്യനായ പിതാവിന്റെ ദൃശ്യമായ രൂപമത്രേ. നാമും യേശുവിനെ പോലെ ഉള്ളവർ അത്രേ. 1 യോഹന്നാൻ 4-17 അവൻ ഇരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ നാമും ഇരിക്കുന്നു. യേശുവിനെ പോലെ തന്നെ നാമും ദൈവത്തിന്റെ ഹിതത്തിന്റെയും സ്വഭാവത്തിന്റെയും പ്രകടനങ്ങളാണ്. നീതി എന്നാൽ ദൈവഹിതത്തിന്റെയും സ്വഭാവത്തിന്റെയും ആവിഷ്കാരം എന്ന് നിർവചിക്കാം. അതിനാൽ തന്നെ നാം അവന്റെ നീതിയാക്കപ്പെട്ടിരിക്കയാൽ ദൈവഹിതവും സ്വഭാവവും എല്ലായ്പ്പോഴും എല്ലായിടത്തും പ്രദർശിപ്പിക്കുവാൻ സകല സാഹചര്യങ്ങളും സർവസംഭവങ്ങളിലും സകല വിഷയങ്ങളിലും ദൈവ സ്വഭാവം പ്രകടമാക്കുവാൻ നമുക്ക് സാധിക്കും. ദൈവത്തിന് മഹത്വം. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, പാപമറിയാത്ത യേശുവിനെ എനിക്കായി പാപമാക്കിയതിനായി, അതുമൂലം എന്നെ അങ്ങയുടെ നീതിയുടെ പ്രകടനമാക്കിയതിനായി, അപ്രകാരം അവിടുത്തെ ഹിതവും സ്വഭാവവും എല്ലായ്പ്പോഴും പ്രകടമാക്കുവാനുള്ള പ്രാപ്തി എനിക്ക് ദാനമായി നൽകിയതിനായി നന്ദി. ഞാൻ അവിടുത്തെ നന്മയും ശ്രേഷ്ഠതയും മഹത്വവും ശക്തിയും ഞാൻ ആയിരിക്കുന്നിടത്തെല്ലാം പ്രദർശിപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. തുടർ പഠനത്തിനായി റോമർക്ക് എഴുതിയ ലേഖനം 3-21 വരെയുള്ള വാക്യങ്ങൾ, റോമർക്ക് എഴുതിയ ലേഖനം 5-ാം 17-18 വരെയുള്ള വാക്യങ്ങൾ.